നമ്മുടെ മക്കൾ ലഹരി വലയിലോ? വളരെ വേദനാജനകവും അമ്പരപ്പുമാണ് സ്കൂൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. കുഞ്ഞുങ്ങൾ ലഹരി മാഫിയ സംഘത്തിന്റെ അടിമകളാകുന്നു. ഇത്തരം മാഫിയ സംഘങ്ങൾ കെണിയൊരുക്കി കാത്തിരിക്കുന്നത് ആരെയൊക്കെയാകും? രക്ഷകർത്താക്കളും അധികാരികളും പൊതുസമൂഹവുമെല്ലാം അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വലിയ വിപത്തിന് മുകളിലാണ് നാം. MDMA, കഞ്ചാവ്, LSD തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന സ്കൂളുകളുടെ ലിസ്റ്റാണിത്. അല്ലാതെ കുഞ്ഞുങ്ങൾ SSLCക്കോ +2വിനോ കലോത്സവങ്ങൾക്കോ ഉന്നത വിജയം നേടിയ ഗ്രേഡല്ല, അതുമല്ലാതെ ഉന്നത വിജയം കരസ്ഥമാക്കിയ പോയിന്റുകളോ ഒന്നുമല്ല ഈ കാണുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിലെ മാത്രം 82 സ്കൂളുകൾ, കോളേജുകൾ എന്നിവയുടെ പരിസരത്ത് ലഹരി മാഫിയയുണ്ടെന്ന് റിപ്പോർട്ട്. മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ പോലും ലഹരി മാഫിയയുടെ കൈകളിൽ അമർന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കാരിയർമാരായി ദുരുപയോഗം ചെയ്യുന്ന ലഹരി വിൽപ്പനയ്ക്ക് വനിതകളെയും നിയോഗിച്ചിട്ടുണ്ട്. വാട്സപ്പ് വഴി സൗഹൃദം സ്ഥാപിച്ചാണ് കരിയറാക്കൽ പറ്റുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നത്. ലഹരി വിതരണ സംഘത്തിനെതിരെ പഴുതുകൾ അടച്ച് ശക്തമായ നടപടി സർക്കാരും നിയമപാലകരും സ്വീകരിച്ചില്ല എങ്കിൽ നമ്മുടെ നാടിന്, രാജ്യത്തിന് മാതൃകയായി മാറേണ്ടുന്ന തലമുറയെ സൃഷ്ടിക്കേണ്ടുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ, കോളേജുകൾ എന്നിവ ലഹരി മാഫിയയുടെ മൊത്ത കച്ചവട കേന്ദ്രമായി മാറും. ജാഗ്രതയോടെ മാത്രമേ നമുക്കിതിനെ കൈകാര്യം ചെയ്യാനായി കഴിയുകയുള്ളൂ.